ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. നമുക്കിന്ന് മുടി കൊഴിച്ചിൽ മാറി നല്ല കട്ടിയോടെ മുടി വളരാനായി കേശവർദ്ധിനി ഹെയർ ഓയിൽ ഉണ്ടാക്കാം. അതിന് നമുക്ക് വേണ്ടത് കേശവർദ്ധിനി ഇലയാണ്. ആദ്യം നമുക്കതൊന്ന് അരച്ചെടുക്കാം. ഈ പരുവത്തിൽ നമുക്കൊന്ന് അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടി കട്ടിയുള്ളൊരു പാത്രമാണ് വേണ്ടത്. അതിലേക്ക് നമ്മുടെ അരച്ച് വെച്ച കേശവർദ്ധിനി ഇലയും എണ്ണയും ഒഴിച്ചിട്ടുണ്ട്. ഇലയുടെ മേലേക്ക് നിൽക്കണം എണ്ണ ഒഴിക്കുന്നത്. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താലും നമ്മൾ അടുത്തിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കൂടാതെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മുടെ എണ്ണ ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. കളർ എണ്ണയിലോട്ട് ഇറങ്ങി വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മളെപ്പോഴും ഗ്യാസ് സിമ്മിൽ വേണം വെക്കാൻ, എന്നാലാണ് നല്ല പരുവത്തിൽ കിട്ടുള്ളൂ. അല്ലെങ്കിൽ എണ്ണ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. എണ്ണ നന്നായി തിളച്ച് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഈ തിളയെല്ലാം നിൽക്കുന്നവരെ നന്നായിട്ട് ഇളക്കണം. ഇപ്പം തിളയെല്ലാം നിന്നിട്ടുണ്ട്. എണ്ണയിലേക്ക് അതിൻ്റെ കളറെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. എണ്ണ ഒരു പച്ച നിറത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എണ്ണ കരിഞ്ഞു പോകാതെ നോക്കണം. കരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഗുണം കിട്ടിയെന്ന് വരില്ല. ഇപ്പം നമ്മളുടെ എണ്ണ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് തണുത്ത ശേഷം അടച്ച് വെക്കണം. ഇനി നമ്മൾ ഈ എണ്ണ എടുക്കുന്നത് പിറ്റേത്തെ ദിവസമാണ്. ഇനി എണ്ണ നമുക്കൊന്ന് അരിച്ചെടുത്ത ശേഷം ഒരു കുപ്പിയിലോട്ട് മാറ്റാം. എണ്ണ നന്നായിട്ട് അതിൻ്റെ തരിയെല്ലാം മാറ്റി നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോട്ടിലോട്ട് മാറ്റാം. ബോട്ടിൽ വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് എണ്ണ കേട് വന്നു പോവും. മുടി കൊഴിച്ചിൽ മാറി നന്നായി മുടി വളരാൻ നല്ലൊരു എണ്ണയാണിത്. ഇത് നമുക്കൊന്ന് അടച്ച് സൂക്ഷിച്ച് വയ്ക്കാം. Thank you.